ഈ പ്രതിസന്ധിയിൽ നിന്ന് മേലൂർ ദേശത്തിനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളല്ലേ? മല്ലി, ദേശമംഗലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ചില പ്രശ്നങ്ങളിൽ നാം നിന്നോട് മുഷിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മേലൂർ ശിവക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഈ നിൽക്കുന്ന പൂജാരി അടക്കമുള്ളവർ നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും പുറകിലാണ്. നിങ്ങളെക്കാൾ ഭക്തരായ രണ്ടുപേരെ വേറെ എവിടെ കാണും? ഇതിനേക്കാൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേറെ ആരാ ഉള്ളേ? തിരുമേനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ കുഞ്ഞെ. ശിവലിംഗം നേരെയാക്കാൻ കുഞ്ഞിയാണ് കഴുത്തിൽ കുരുക്കിടേണ്ടതെന്ന് പ്രശ്നം കടിക്കാൻ വന്ന ആള് പറഞ്ഞതാണോ? അല്ല, ഈ കുഞ്ഞുണ്ടല്ലോ അസാമാന്യം എടുക്കുള്ളവളാ. വേദം, വേദാന്തം, പുരാണം എല്ലാം അരച്ചു കലക്കി കുടിച്ചിരിക്കണു. അതുകൊണ്ട് എന്താ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെതായ കാഠിന്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ ചോദ്യോത്തരം അല്ലല്ലോ പ്രസക്തി. വേദക്കുട്ടി, ഒരു നാട് രക്ഷിക്കാനുള്ള അവസരം കൂട്ടുകാരിക്ക് കൈവരുമ്പോ മോൾ എന്തിനാ തട്ടിത്തെറിപ്പിക്കണേ? അതവള് ചെയ്യട്ടെ. തമ്പ്രാൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ അനുവദിക്കണം. പറയേ. ക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ആനയെ കൊണ്ട് പിടിപ്പിച്ചിട്ട് പോലും നിവരാത്ത വിഗ്രഹം എന്റെ മകളുടെ കഴുത്തിൽ കുരുക്കിട്ട് നേരെയാക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ആ ചടങ്ങ് ഞാൻ ചെയ്തോളാം. ഞാനും ഭഗവാന്റെ ഭക്തയല്ലേ. എന്റെ കുഞ്ഞിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അതെങ്ങനെയാ ശരിയാകുന്നത്? നിങ്ങൾ ഈ ക്ഷേത്രനടയിൽ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചത് മുഴുവൻ ഈ കുഞ്ഞല്ലേ. ഭഗവാന്റെ പരമഭക്തയായ ഒരാൾ എന്ന് ചെറുവള്ളി നമ്പൂരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞാണ്. അങ്ങനെ പറയരുത്. ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കണം. ഈ ദേഹത്തോടൊപ്പം വലിപ്പത്തിൽ തന്നെ നിങ്ങളെയൊക്കെ കാണുന്ന ആളാ ഞാൻ. എന്റെ കുഞ്ഞിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഇങ്ങനെ ഒരു ആവശ്യം ഒരു അമ്മ പറയുമ്പോ അത് പരിഗണിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രഭാനു തമ്പുരാന്റെ അഭിപ്രായം? തിരുമേനി എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു നീതി ഉണ്ടാകണമല്ലോ. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. മല്ലിയുടെ വേദന അത് നമ്മൾ പരിഗണിച്ചേ പറ്റൂ. നന്ദിയുണ്ട് തമ്പുരാൻ. കുഞ്ഞിപ്പെണ്ണിന്റെ ചൈതന്യമാണ് ഈ കാര്യത്തിൽ വേണ്ടതെന്നുള്ളതിൽ ഒരു സംശയവും. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കുഞ്ഞിപ്പെണ്ണ് തനിച്ചത് ചെയ്യണ്ട. കുഞ്ഞിയും മല്ലിയും ഒന്ന് ചെയ്യട്ടെ. അയ്യോ തമ്പുരാനെ, ഇതിനപ്പുറം ഇനി ഒരു ചർച്ചയില്ല. നിങ്ങൾ അമ്മയുടെയും മകളുടെയും ഭക്തിയാണ് ഈ ക്ഷേത്രത്തിന്റെയും ഈ ദേശത്തിന്റെയും ഇനിയുള്ള ഐശ്വര്യം. അങ്ങനെയാണെങ്കിൽ ഇതിന് മേലെ ഇനിയൊരു തർക്കത്തിന് സമയമില്ല ഊട്ടി. തിരുമേനി, ഒരുക്കങ്ങളൊക്കെ വേഗം തയ്യാറാക്കൂ. മല്ലി, നടയിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഇതൊരു പരീക്ഷണം മാത്രമായിട്ട് കണ്ടാൽ മതി. വല്യച്ഛന്റെ ബുദ്ധി കൊള്ളാമല്ലേ വല്യമ്മേ? ആ വേദക്കുട്ടിയുടെ കഴുത്തിൽ കൂടെ കയറിയിടേണ്ടിയിരുന്നു. ഒന്ന് നിർത്തുകുട്ടി. ചിത്രഭാനു ഒരുക്കിയ കെണിയിൽ ഒരാളെ മാത്രമേ നാം പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ നിന്റെ അപേക്ഷ ഉണ്ട്. എന്നെ ദ്രോഹിച്ച നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴുത്ത് മുറുകി തീരും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. വാ, നമുക്ക് പോയി തൊഴാം. മേലൂർക്കാവിലേക്ക് അങ്ങേക്ക് കൂടി പുറപ്പെടാമായിരുന്നു. എന്തിന്? ആ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കാനോ? വയ്യ. അല്ല, മേലൂർ ദേശത്തെ തമ്പുരാനുമായി അങ്ങ് ചങ്ങാത്തത്തിലാണല്ലോ. ആ കുഞ്ഞിന്റെ വിധി അങ്ങ് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമായിരുന്നില്ലേ? ഇല്ല മീനാക്ഷി, അവിടെയാണ് ഏട്ടൻ തമ്പുരാന്റെ ബുദ്ധി. ഭഗവാന്റെ കോപത്തിന് കാരണം അന്വേഷിക്കുന്നവർ അത് പരിഹരിക്കാനുള്ള മാർഗം എത്ര കടുത്തതായാലും അതിനെ പിന്തുണയ്ക്കും.
മേലൂർക്കാവിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മല്ലിയുടെ മകൾ കുഞ്ഞിപ്പെണ്ണ് അവർക്കൊരു അത്ഭുതമാണ്. ഭഗവാന്റെ തിരുനടയിൽ ഒന്നല്ല 2 വട്ടം മഹാകാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ആ കുട്ടി. ഇതിലും അവരത്ഭുതം പ്രതീക്ഷിക്കും. പക്ഷേ അതുണ്ടായില്ലെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. എല്ലാം ശ്രീ പരമേശ്വരന് വിട്ടുകൊടുക്കുക. കുഞ്ഞിപ്പെണ്ണ് ഭഗവാന്റെ യഥാർത്ഥ ഭക്തയാണ്. ഏട്ടൻ തമ്പുരാൻ ഭക്തി മുതലെടുക്കുന്ന ആളും. അതിലാര് ജയിക്കണമെന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. ഇത്രയോളം പോകുന്ന കുഞ്ഞ് ഏട്ടൻ തമ്പുരാൻ കാണുന്ന ഏറ്റവും വലിയ ശത്രു. വർണ്ണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളത് സഹിക്കോ? ആ കുഞ്ഞിന്റെ അമ്മയോ? മീനാക്ഷി, പൂജാമുറിയിൽ വിളക്കുകൾ കൊളുത്തു. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഒരു കാര്യത്തിൽ മനസ്സിലെ ഉറപ്പ് പറയാം. ഏട്ടൻ തമ്പുരാൻ ഇന്ന് ആ നടയിൽ തോൽക്കും. ദൈവത്തിന്റെ ശക്തി അപാരമാണ്. അത് മനുഷ്യ നിയന്ത്രണത്തിലല്ല. എങ്കിൽ പിന്നെ വൈകിക്കണ്ടല്ലോ തിരുമേനി, മുഹൂർത്തമായില്ലേ? ഇനിയിപ്പോ എന്തിനാ മടിച്ചു നിൽക്കണത്? ഞങ്ങൾ തയ്യാറാണ് തിരുമേനി. ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ജീവൻ പോയാലും സാരമില്ല. കണ്ടില്ലേ, ഇതാണ് ഭക്തി, ഇതാണ് അടിയുറച്ച ഭക്തി. തിരുമേനി, ഇതിനപ്പുറത്ത് യോഗ്യരായവർ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ഇനിയിപ്പോ എന്തിനാ മടിച്ചു നിൽക്കണത്? മുഹൂർത്തായി. പേടിയുണ്ട് അമ്മയുടെ മോൾക്ക്. നമ്മുടെ ഭഗവാനല്ലേ അമ്മേ, എനിക്ക് പേടിയില്ല. ഒന്നും പറ്റില്ല കുഞ്ഞി, ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി എന്താ താമസം?
നമഃ ശിവായ. ഓം നമഃ ശിവായ. വലിക്ക്. ശിവായ. 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 മല്ലി, നിങ്ങളെപ്പോലെ ഉള്ളിൽ ഭക്തിയുള്ള രണ്ടുപേരെ നാം ഇന്നേ വരെ കണ്ടിട്ടില്ല. മേലൂർ ദേശവും മേലൂർ ക്ഷേത്രവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ദേ നോക്കൂ. ശിവായ എന്ത് കണ്ട് മരമായി നിൽക്കാ നീ? വാ ഇവിടെ. തമ്പുരാനെ, ഇവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തതല്ലേ? തൽക്കാലം ക്ഷേത്രത്തിൽ ആവശ്യം നടന്നല്ലോ. ഇനി ആദരിക്കുകയോ ബഹുമാനിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യാം. നാം അതിന് തടസ്സമല്ല. സുകന്യ, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഇത് ഭഗവാന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഭക്തിയുടെ യഥാർത്ഥ മൂല്യമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിൽ നീയും നിന്റെ മകളും ജയിച്ചു.
നിങ്ങളുടെ നാശം കൊതിച്ചവർ തോറ്റു. എന്റെ ഭഗവാനെ തോൽപ്പിക്കില്ല. ഞങ്ങൾക്ക് ഭഗവാനേ ഉള്ളൂ. ഭഗവാനാണ് ഞങ്ങൾക്കെല്ലാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇത്രയും ക്രൂരനായ ചിത്രഭാനുവിനെ അന്ന് എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്? ഇത്രയും ഹീനമായ പ്രവൃത്തിക്ക് ശിക്ഷ കൊടുക്കേണ്ടതായിരുന്നില്ലേ? ദേവി, വെളിച്ചം എല്ലാവർക്കും ഉന്മേഷം നൽകുന്ന ഒന്നാണ്. പക്ഷേ അതിന്റെ ശക്തി സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇരുട്ടുള്ളതുകൊണ്ടാണ്. നന്മ എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ തൊട്ടപ്പുറത്ത് തിന്മയുടെ രൂപങ്ങൾ ഉണ്ടായേ പറ്റൂ. ചിത്രഭാനു ദുഷ്ടതയുടെ ആൾരൂപം തന്നെയാണ്. പക്ഷേ ചിത്രഭാനുവിനെ നാം ഇപ്പോൾ ശിക്ഷിക്കാത്തത് തിന്മയുടെ യഥാർത്ഥ രൂപം ദേശമംഗലത്തുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ തന്നെയാണ്. പിന്നെ സ്വന്തം പ്രവൃത്തിക്കുള്ള ശിക്ഷ ചിത്രഭാനു കാലാകാലങ്ങളിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ മാറ്റമുണ്ടാവില്ല. അങ്ങയുടെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്തു പറയാൻ? ദേവി കണ്ടോളൂ, ലോഹത്തിനെ രാഗി രാഗി മിനുക്കിയെടുക്കുന്നത് പോലെ ചിത്രഭാനുവിന്റെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദുഷ്ടതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ അവിടെ നിന്നിറങ്ങി നന്മയുടെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മികച്ചൊരു ഉദാഹരണം ആളുകളുടെ മനസ്സിലുണ്ടാവില്ല. ചിത്രഭാനുവിന്റെ ഓരോ സഞ്ചാരത്തിലും നമ്മുടെ ദൃഷ്ടികൾ ചിത്രഭാനുവിനൊപ്പം തന്നെയുണ്ട്. എങ്കിൽ ഭയക്കാനൊന്നുമില്ല, അങ്ങയുടെ ഹിതം പോലെ. ഇനിയും ഏട്ടന്റെ മനസ്സിൽ അഹങ്കാരം ബാക്കിയുണ്ടോ? മല്ലിയുടെ മകളോടല്ല ഏട്ടൻ തമ്പുരാൻ മത്സരിച്ചത്. ലോകത്തിനുടയവനായ ഭഗവാൻ പരമശിവനോടാണ്. ആ അർത്ഥത്തിൽ അങ്ങയുടെ തോൽവി മേലൂർ ദേശത്തുള്ളവരും ദേശമംഗലത്തുള്ളവരും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്. ഇങ്ങനൊരു തോൽവി ഏട്ടൻ തമ്പുരാൻ സ്വയം സ്വീകരിക്കണ്ടായിരുന്നു. ഇനി ദേശമംഗലത്തെ പ്രജകൾ അങ്ങയെക്കുറിച്ച് എന്തായിരിക്കും സംസാരിക്കുക? അങ്ങ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതോടെ എല്ലാം അവസാനിപ്പിക്കണം. മല്ലിയും മല്ലിയുടെ മകളും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അവരെ ചോദ്യം ചെയ്യാൻ അങ്ങ് ശ്രമിക്കണ്ട. ശരി, തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും പറയുന്നത് അടിയൻ അനുസരിക്കാം. പക്ഷേ അനുജൻ തമ്പുരാനോട് നാം ഒന്ന് ചോദിച്ചോട്ടെ. ദേശമംഗലത്തെ ജനങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ലെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ അനുജൻ തമ്പുരാനെ കൊണ്ട് പറ്റുമോ? ദേശമംഗലത്ത് അമ്മയുടേതടക്കം ദേശമംഗലത്തെ സകല ക്ഷേത്രങ്ങളിലും ആർക്ക് വേണമെങ്കിലും കയറിയിറങ്ങി നടക്കാമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ പറ്റുമോ? ദേശമംഗലത്തെ സകല ജാതികളും ഇനി മുതൽ കീഴാളരോട് ചേർന്ന് നടക്കണമെന്ന് ഒരു വിളംബരം ചെയ്യാൻ അങ്ങേക്ക് സാധിക്കോ? പറ്റുമെങ്കിൽ പറയ. സാധ്യമല്ല. അങ്ങനെ ഒരു വിളംബരം കൊട്ടാരക്കെട്ടിൽ ഉണ്ടായാൽ ആചാരങ്ങൾ അറിയുന്നവർ കൊട്ടാരക്കെട്ടിൽ ഒത്തുചേരും. ഒരുപക്ഷെ അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ദേശമംഗലത്തെ രാജാധികാരത്തിന് പറ്റിയെന്ന് വരില്ല. ഓ, അപ്പോൾ ഏട്ടൻ തമ്പുരാൻ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു. ഉന്നത ജാതിയിൽപ്പെട്ടവരെ നമുക്കെതിരാക്കുമെന്ന് ഉറപ്പിച്ചു. ഈ നേരം വരെ നാം അതിന് ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ നീതിമാൻ ചമയാനാണ് അനുജൻ തമ്പുരാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് വേണ്ടി വരും. ഏട്ടൻ എന്തിനാണ് ശത്രുതയുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? ഇപ്പോഴും ഏട്ടന് വേണ്ടി സംസാരിക്കുകയും ഏട്ടന് വേണ്ടി വേദനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ട് ഇദ്ദേഹത്തിന്. അത് തിരിച്ചറിയാതെ പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ദേശമംഗലം വിട്ടു പോകാൻ പഴയതുപോലെ. ജീവിതത്തിൽ ഒരിക്കലെടുത്ത തീരുമാനങ്ങൾ ചിത്രഭാനു തിരുത്തി ശീലിച്ചിട്ടില്ല. ഇനിയുള്ള കാലം ദേശമംഗലത്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിവിടെ തന്നെയായിരിക്കും.
നമുക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് മറ്റാരുടെയും തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും താല്പര്യമില്ല. ശത്രുവെന്ന് ചിത്രഭാനു ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മരണം വരെ അയാൾ ചിത്രഭാനുവിന് ശത്രു തന്നെ ആയിരിക്കും. ചെല്ലുവേട്ടത്തി, അദ്ദേഹത്തിന്റെ മനസ്സിന് പിന്തുണ കൊടുക്കൂ. സമാധാനത്തോടെ ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാനല്ലേ ഏട്ടന്റെ ശ്രമം? അനുജൻ പൊറുക്കണം. ക്ഷേത്രനടയിൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും അരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് അദ്ദേഹം കേട്ടില്ല. എന്നെ തെറ്റിദ്ധരിക്കണ്ട.